നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ LP-UP ഹൈസ്കൂൾ പാദവാർഷിക പരീക്ഷാ തീയതി പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 18 മുതൽ 26 വരെയാണ് ഈ വർഷത്തെ ഓണപരീക്ഷ നടക്കുക. LP-UP വിഭാഗത്തിൽ രാവിലെയുള്ള പരീക്ഷ 10 മുതൽ 12:15 വരെയും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പരീക്ഷ 1:30 മുതൽ 3:45 വരെയുമാണ് നടക്കുക. അതേസമയം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ 2 മണിക്ക് തുടങ്ങി 4:15-നാണ് അവസാനിക്കുക. ശമ്പളം നിഷേധിക്കപ്പെട്ട അധ്യാപികയുടെ ഭർത്താവിന്റെ മരണം. വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ശമ്പളം 14 വർഷമായി തടഞ്ഞുവെച്ചതോടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ PA അനിൽകുമാർ, സൂപ്രണ്ട് S. ഫിറോസ്, സെക്ഷൻ ക്ലർക്ക് R. ബിനി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ഭാര്യയുടെ ശമ്പളം തടഞ്ഞുവെച്ചതോടെ പത്തനംതിട്ട നാറാണമൂഴി സ്വദേശി ഷിജോയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. ഭാര്യ നാമം ചൊല്ലാൻ പോയ സമയം മുറിയിൽ കയറി. ആലപ്പുഴയിൽ ഗൃഹനാഥൻ വീടിനുള്ളിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ആലപ്പുഴ വള്ളികുന്നത്ത് ഗൃഹനാഥൻ വീടിനുള്ളിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. വള്ളികുന്നം വട്ടക്കാട് സ്വദേശി ധർമ്മജനാണ് മരിച്ചത്. വൈകിട്ട് 7:30-യോടെയാണ് സംഭവം നടന്നത്. ഭാര്യയും ധർമ്മജനുമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. വൈകുന്നേരം ഭാര്യ നന്ദിനി നാമം ചൊല്ലുവാൻ പോയ നേരത്ത് മുറിയിൽ കയറി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. കായംകുളത്ത് നിന്ന് ഫയർഫോഴ്സും വള്ളികുന്നം പോലീസും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം കായംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തി. പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പൊതികൾ കണ്ടെത്തിയത്. ഡോഗ് സ്ക്വാഡാണ് ജയിലിലെ ഗ്രൗണ്ടിന് സമീപത്ത് നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത്. കുപ്പിക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് പൊതികൾ. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് ജയിലിനുള്ളിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തുന്നത്. 3 പൊതി കഞ്ചാവാണ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ പൂജപ്പുര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. നിമിഷപ്രിയയുടെ മോചനം. ചാണ്ടിയുമ്മൻ വീണ്ടും ഗവർണറെ കണ്ടു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുമ്മൻ MLA വീണ്ടും ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കണ്ടു. മോചനത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടതായാണ് വിവരം. കൂടിക്കാഴ്ചയിൽ പ്രവാസി വ്യവസായി സാജൻ ലത്തീഫും പങ്കെടുത്തു. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് പുതിയ തീയതി ആവശ്യപ്പെട്ടുള്ള തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് കോടതിയിൽ സമർപ്പിച്ച കത്തും ഇന്ന് പുറത്തു വന്നിരുന്നു.